കർത്താവ് നമ്മളെ ആ ഒരു ദിവസം അതിശയമായി നടത്തി ദൈവത്തിനാൽ നമ്മളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിനായി സ്തുതിക്കുന്ന പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സഹോദരന്മാർക്ക് ഒരുമിച്ച് ലേഡീസ് മീറ്റിംഗായിട്ട് കൂടി വരുവാനും ദൈവം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും എല്ലാ വിഷയങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും എല്ലാം കർത്താവ് കൃപ ചെയ്തു. ഞങ്ങൾ ദൈവത്തിൽ കൂടി വന്നപ്പോൾ ഞങ്ങളുടെ ജനങ്ങളിൽ ആ ദൈവ കൃപ അനുഭവിച്ചറിഞ്ഞ് ആത്മാവിൽ ബലപ്പെടുവാൻ അവരെ ദൈവം സഹായിച്ചു. അത് ഓർത്ത് ദൈവത്തിന് അനുസരിക്കുന്നു. വീണ്ടും ഇന്ന് വൈകിവേളയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ നമ്മൾ ശരീരം കൊണ്ട് ദൂരത്തായിരിക്കുമെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥരായി തന്നെ ആത്മനിറവില് ദൈവകൃപയില് നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മയാണിത്. അതിന്റെ പ്രാധാന്യം നന്നായിട്ട് നമ്മളേവരും അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദിവസങ്ങളായിരിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചത്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഭാഗം തന്നെയാണ്. ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ആ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അപ്പം ചട്ടങ്ങളിൽ പ്രമാണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള ഒരു ജീവിതം. അപ്പൊ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി എല്ലാം നിവർത്തിയാക്കിയിട്ട് അതിൽ വിശ്വസിച്ച് അവന്റെ മക്കളായി തീർന്ന് സ്വർഗത്തിൽ പൗരത്വം ലഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആണ് ഈ ന്യൂ ലൈഫിനുള്ള ആഹ്വാനം കൊടുക്കുന്നത്. അപ്പൊ പുതിയ ജീവിതം ആരാണ് പുതിയ ജീവിതം നയിക്കേണ്ടത്? പഴയ ജീവിതം അടുത്തവരാണോ, അല്ലെങ്കിൽ എന്റെ പോക്ക് ശരിയാണെന്ന് സ്വയം തോന്നുന്നവരാണോ, അതോ ഈ അപ്പോസ്തലൻ ആരോടാണ് ഈ പുതിയ ജീവിതം നയിക്കാൻ പറഞ്ഞത്? അകത്തുള്ളവരോടാണോ പുറത്തുള്ളവരാണോ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു പദവി ലഭിച്ചവരോടാ പറയുന്നത്, ഒരു സ്ഥാനം ലഭിച്ചവരോട്. ദൈവഹൃദയത്തിൽ സ്ഥാനം, ദൈവരാജ്യത്തിൽ സ്വർഗത്തിലെ പൗരത്വത്തിന് അവകാശികളായി തീർന്ന് വരുവാൻ പോകുന്ന ഭാവി മഹത്വത്തെ ഹൃദയത്തിൽ കേന്ദ്രീകരിച്ച് എവിടെ നിന്നാണോ ആ മഹത്വം വെളിപ്പെടേണ്ടത്, എവിടെ നിന്നാണോ രക്ഷിതാവ് കടന്നു വരേണ്ടത്, അവിടേക്ക് തന്നെ ഹൃദയങ്ങളെ ഉയർത്തി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ, അവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാണേലും അല്ലേലും, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഇത് സാധ്യമല്ലെന്ന് തോന്നിയാലും, പ്രയാസമാണെന്ന് തോന്നിയാലും, ഇത് ചെയ്തെടുക്കാൻ ഈ കാലഘട്ടത്തിൽ വലിയ ഇതൊന്നും ഇവിടെ ബാധകമല്ല. പിന്നെയോ ക്രിസ്തുവേശുവിലൂടെ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അതെ വളരെ എന്താ പറയുക, കർശനമായി ഒരു എക്സ്ക്യൂസുമില്ല, ഒരു ഒഴിവുകളുമില്ലാതെ പാലിക്കേണ്ട ദൈവിക ഉദ്ദേശമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ചട്ടങ്ങളിൽ നിന്ന് പ്രമാണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ, നമുക്കെതിരായുള്ള കുറ്റപത്രങ്ങളെ നീക്കി കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്ന് ശിക്ഷാവിധിയിൽ നമ്മളെ വിടുവിച്ച് തൊടരുത്, രുചിക്കരുത്, പിടിക്കരുത് എന്നുള്ള മാനുഷിക കൽപ്പനകളിൽ നിന്നും, മതത്തിന്റെ കൽപ്പനകളിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ ആ അടിമത്തത്തിൽ നിന്നും ആർക്കും രക്ഷിക്കാൻ കഴിയാത്തവരെ രക്ഷിച്ച് കർത്താവ് സ്വാതന്ത്ര്യം വരുത്തിയിട്ട് ഇനിയും കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്നൊരു പുതിയ ജീവിതം പ്രതീക്ഷിക്കുന്നു. ഇനിയാണ് എനിക്ക് നിങ്ങൾ ഫലം തരേണ്ടത്. കാരണം ഫലം തരത്തക്ക രീതിയിൽ ഞാൻ വേണ്ടതെല്ലാം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നടേണ്ടത് നിങ്ങളെ നട്ടിട്ടുണ്ട്, ഇടേണ്ട വളം ഞാൻ ഇടുന്നുണ്ട്, ഒഴിക്കേണ്ട വെള്ളം സമയാസമയങ്ങളിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടും യജമാനന് ഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ യജമാൻ എന്ന് പറഞ്ഞ് നമ്മൾ യേശുവിനെ വിളിച്ചിട്ടൊരു അർത്ഥവുമില്ല. അപ്പൊ ആ വലിയ പ്രതീക്ഷ നിറവേറ്റുക എന്നുള്ളതാണ് കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ദൈവസഭയോട് അറിയിക്കുകയാണ്. അപ്പം ആദ്യാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. എങ്കിൽ അങ്ങനെ മാത്രമേ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുയേശുവിനോടെ അവന്റെ മരണത്തോടെ ഏകീഭവിച്ച് ആ നവമാനവനെ ധരിച്ചിരിക്കുന്ന ഒരു പുതിയ യേശു ക്രിസ്തു എങ്ങനെ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് ആ ഗ്ലോറിഫിക്കേഷൻ പ്രാപിച്ചോ, ആ രൂപാന്തരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിച്ച് യേശുവിന്റെ പുതിയ ജീവിതം ആരംഭിച്ചോ, അതിനോട് ഏകീഭവിച്ചുകൊണ്ട് നമ്മളുടെ പഴയ ജീവിതത്തെ ക്രിസ്തുവിനോടുകൂടെ
ക്രൂശിച്ച് അവന്റെ മരണത്തോട് ഏകീഭവിച്ച് നാം ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കണം. എവിടെ? ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ നാം പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ളവർ ക്രിസ്തുയേശുവിനോട് ഏകീഭവിച്ചുകൊണ്ട് പറയണം, അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ റിവീൽ എന്താ പറയണ്ടേ, അതായത് ഹിഡനായിരിക്കുന്ന ഒരു ലൈഫും വെളിപ്പെടാൻ പോകുന്ന, അതിനാണ് വെളിപ്പെട്ടിട്ടില്ല, തേജസ്സോടെ വെളിപ്പെടാൻ പോകുന്ന ഒരു ജീവിതം റിസർവ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ വെള്ളത്തിൽ നിന്ന് നമ്മൾ പൊങ്ങി വന്നിരിക്കുക. എങ്ങോട്ടാ? അതായത് യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ജനതയുടെ ഈ ഭൂമിയിലുള്ള ആ സ്വാതന്ത്ര്യം പ്രാപിച്ച നവജീവിതത്തിലേക്ക് ഒരു തലമുറ കാലെടുത്ത് വെക്കുക. ഈ തലമുറയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി അവരുടെ ഫ്യൂച്ചർ ലൈഫ് റിസർവ് ചെയ്തു കഴിഞ്ഞു. അതതിന്റെ തക്ക സമയമാകുമ്പോൾ അതിന് ഏക അടയാളം നമുക്ക് ഒന്നേ ഉള്ളൂ. എപ്പോഴാണോ ക്രിസ്തു ആ മഹത്വ പ്രത്യക്ഷതയോടെ വെളിപ്പെടുന്നത്, അപ്പോൾ നമുക്ക് അവനോടൊപ്പം നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു ലൈഫ് റിസർവ്ഡ് ആയി ആർക്ക്? ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ ഞങ്ങളെ തന്നെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുവാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നത് പറയുകയാണ്. നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ലൈഫിനെ, ജീവിതത്തെ, ആ ഭാവി ജീവിതത്തെ നിങ്ങൾ ആരോട് തന്നിൽ സമർപ്പിച്ചിരിക്കണോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തെല്ലും സംശയം വേണ്ട. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതെന്നും മറഞ്ഞിരിക്കത്തില്ല. പിന്നെയോ അതതിന്റെ പൂർണ്ണ മഹത്വത്തോടെ വെളിപ്പെടും. ക്രിസ്തു വരുമെന്ന് പറഞ്ഞാൽ വരും. അവൻ വരുമ്പോഴാണത് വെളിപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ എന്നിട്ട് പറയുകയാണ്, ആ കാത്തിരിപ്പിനകത്ത് നിങ്ങൾ എന്ത് പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് തെല്ലും സംശയിക്കേണ്ട. അത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിലും പറയുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പ് തരുമ്പോൾ ആ പൗരത്വം കൊണ്ട് നമ്മൾ അവകാശമാക്കാൻ പോകുന്ന മഹിമ എന്താണ്? ഒരു സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഏറ്റവും ഉന്നതമായ രാജ്യത്തിൽ ലോകപ്രകാരം വലിയ എന്താ പറയണ്ടേ, അത് വിഭവശേഷിയുള്ള ഏറ്റവും വൻ ശക്തികളായ രാജ്യത്തിൽ ഒരാൾക്ക് പൗരത്വം ഉണ്ടെങ്കിൽ ആ പൗരത്വത്തിന്റെ വില ആ വ്യക്തിക്ക് അറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം, നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഈ സിറ്റിസൺഷിപ്പ് ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുക. അതാണ് കൊലോസ്യരിലും പറയുന്നത്. നമ്മൾ അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ആ പൗരത്വത്തിൽ വെളിപ്പെടേണ്ട ജീവിതം റിസർവ്ഡ് ആയി. അത് എങ്ങനെ വെളിപ്പെടുമെന്നാ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഫിലിപ്പിയ ലേഖനം 3:21, അവൻ, നമ്മുടെ കർത്താവ്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് ഈ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്നവരുടെ പ്രോമിസ്. ഈ പ്രോമിസിനെ കുറിച്ച് അപ്പോസ്തലന്മാർ ഈ വാഗ്ദത്തത്തെ കുറിച്ച് മാറി മാറി അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, യു ഷുഡ് നോ യുവർ ഫ്യൂച്ചർ ഗ്ലോറി ടു ബി റിവീൽഡ്. വെളിപ്പെടാനിരിക്കുന്ന ആ ഭാവി മഹത്വത്തെ കുറിച്ച് ഇന്ന് വർത്തമാന കാലത്തിൽ ജീവിക്കുന്ന ആരൊക്കെ യേശുവിനോട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ അവരെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ പൗരത്വമാണ്. ഈ സ്വർഗത്തിലെ പൗരത്വം ഹോൾഡ് ചെയ്യുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പൗരത്വം സ്വർഗത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ഗ്ലോറി എന്തുവാ? അതിൽ നിന്ന് നിങ്ങൾ നേടാൻ പോകുന്ന അനുഗ്രഹം എന്തുവാ? അവകാശം എന്താ? ആത്യന്തികമായി നിങ്ങളുടെ ലക്ഷ്യം എന്തുവാ എന്ന് ചോദിക്കുമ്പോൾ
ഈ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ഓരോ പൗരനും പറയണം, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ ഇപ്പോൾ താഴ്ചയുള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ടാ ഈ പൗരത്വം മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് എന്ത് ചെയ്യും? സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, തന്റെ ഡൈനാമിക് പവർ കൊണ്ട്, തന്റെ ചലനാത്മക ശക്തി കൊണ്ട്, ജീവിപ്പിക്കുവാൻ കഴിയുന്ന ശക്തി കൊണ്ട്, മാറ്റം വരുത്തുവാൻ കഴിയുന്ന ശക്തി കൊണ്ട്, രൂപാന്തരപ്പെടുത്തുവാൻ, ഫോം തന്നെ മാറ്റുവാൻ കഴിവുള്ള, മണ്ണിന്റെ രൂപത്തിൽ നിന്ന് മാറ്റി വിണ്ടിന്റെ ശക്തി കൊണ്ട് വിണ്ട് രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന രൂപാന്തര ശക്തി കൊണ്ട് ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ് ഈ സിറ്റിസൺഷിപ്പിന്റെ ഹോൾഡ് ചെയ്യുന്ന ഓരോ പൗരന്റെയും ഭാവി പ്രത്യാശ, ഉറപ്പും അവകാശവും. വെറുതെ ഞാനൊരു സിറ്റിസൺ ആണ്, എന്റെ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന ഒരു ഭോഷത്വമല്ല ഇവിടെ പറയുന്നേ. അപ്പൊ ആ പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ പറയുന്നത് ആ പൗരത്വം ഉള്ളവരിൽ നടക്കാൻ പോകുന്ന രൂപാന്തര പ്രക്രിയയെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചോണം, കൊലോസിൽ എങ്ങനെ പഠിക്കുമ്പോൾ അവിടെയും അത് തന്നെയാ പറയുന്നത്. 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഫിലിപ്പരോട് ഇത് തന്നെയാ പറയാനുള്ളത്. വ്യത്യസ്തമായ എന്താ പറയുക രീതിയായിരിക്കാം അത്, ഒരുപക്ഷെ പറയുന്ന സെന്റൻസുകൾക്ക് ചില വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, ആന്തരികമായ അർത്ഥം ഒന്ന് തന്നെയാണ്. അതിന്റെ ഫിലിപ്പി ലേഖനം 3:20 ഞാനിപ്പം വായിച്ചല്ലോ. അതിന്റെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. കാരണം അത് ഓൾറെഡി വ്യക്തമായി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം, ഇത് സഭയ്ക്ക് പുറത്തുള്ളവരെ അല്ല പറഞ്ഞത്, നമ്മൾ വ്യക്തമായി അന്ന് പഠിച്ചതാ. സുവിശേഷ വിരോധികളെ കുറിച്ചല്ല പറഞ്ഞത്, സഭയ്ക്കകത്തുള്ള, അതെ, ക്രൂശിൽ പ്രശംസിക്കാൻ കഴിയാതെ, ക്രൂശ് പ്രസംഗിക്കാൻ കഴിയാതെ, ക്രൂശ് നിമിത്തം ക്ലേശം സഹിക്കാൻ കഴിയാതെ, ക്രൂശിനെ മറച്ചുകൊണ്ട് സഭയ്ക്കകത്ത് ആളാകാൻ ശ്രമിക്കുന്ന, മാനം നേടാൻ ശ്രമിക്കുന്ന, ക്രൂശിന് ശത്രുക്കളായി തീർന്ന, അതെ, അപ്പോസ്തലൻ പറയാണ്, ഞാൻ ക്രൂശ് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ക്രിസ്തുവിൽ പ്രശംസയുണ്ട്, പക്ഷെ എന്റെ ശരീരത്തിൽ ഉപദ്രവമുണ്ട്. പക്ഷെ ഞാൻ ഉപദ്രവമുള്ളത് കൊണ്ട്, നിന്നയുള്ളത് കൊണ്ട്, പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്രൂശിന്റെ പ്രസംഗം നിർത്തത്തില്ല. ക്രൂശിന് എനിക്ക് ശത്രുവാകുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് അവരുമായി താരതമ്യം ചെയ്ത് പറയുകയാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർത്തോണം, നമ്മുടെ സഭയ്ക്കകത്തെ രണ്ടായി തിരിച്ചോട്ടാ പറയുന്നത്. സഭ വേർപെട്ടെന്ന് പറയുന്ന, ദൈവസഭയുടെ അംഗമെന്ന് പറയുന്ന, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പറയുന്നവരുടെ ആ മനോ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട്, ഹൃദയ നിലവാരം, അതിനകത്തെ വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ക്രൂശിനെ കണ്ട്, അതെ, ക്രൂശിൽ പ്രശംസിക്കാൻ നിങ്ങൾ മടിക്കരുത്, ക്രിസ്തുവിൽ പ്രശംസിക്കാൻ മടിക്കരുത്, സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾ ലജ്ജിക്കരുത്. കാരണം ഞാൻ ലജ്ജിക്കുന്നില്ല, എന്റെ പ്രശംസ ക്രൂശിലാണ്, എനിക്ക് പ്രശംസിപ്പാൻ കർത്താവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാൽ ക്രൂശിന് വിരോധികളായി പലരും മാറിയിരിക്കുമ്പോൾ അവരുടെ പ്രത്യേകതയാണ് അവർ ഭൂമിയിലുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായി ക്രൂശിൽ പ്രശംസിക്കുകയും ക്രൂശ് പ്രസംഗിക്കുന്ന ക്ലേശം സഹിക്കുന്ന അപ്പോസ്തലൻ പറയാം, നമുക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എന്താണ് ആ കാത്തിരിപ്പിന്റെ അന്ത്യം? ആ കാത്തിരിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രക്ഷിതാവായ യേശു വെളിപ്പെടുമ്പോൾ റിസർവ് ചെയ്യപ്പെട്ട എന്റെ ഫ്യൂച്ചർ ലൈഫ് അതിന്റെ മഹത്വത്തോടെ വെളിപ്പെടും. നമ്മൾ പറയത്തില്ലേ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയും. ഇതൊക്കെ ഒരു സമയത്തിന്റെ കാര്യമേ ഉള്ളൂ. ആ ടൈം ഒന്ന് കഴിയുമ്പോൾ, ആ കാലചക്രം ഒന്ന് തിരിയുമ്പോൾ, ആ യുഗാന്ത്യം വരുമ്പോൾ, ഇങ്ങനെയല്ലേ സുവിശേഷം ആരംഭിക്കുന്നേ? ദ ടൈം ഈസ് ഫുൾഫിൽഡ്, കാലം തികഞ്ഞു, ആ ദൈവം വെച്ചിരുന്ന സമയം ഇതാ നിവർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ എൻട്രി ചെയ്യുന്നു. തൊട്ടുപുറകെ യേശു കടന്നു വരുന്നു. ദൈവം വെച്ചിരിക്കുന്ന കാലത്തിന്റെ സമയത്തിന്റെ ഫുൾഫിൽമെന്റിനുള്ളിൽ എന്ത് സംഭവിച്ചിരിക്കും? പിതാവായ ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന രാജ്യം വെളിപ്പെടും, തന്റെ പ്രവൃത്തി വെളിപ്പെടും, തേജസ് വെളിപ്പെടും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം.
ഇത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന വേറൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കാലത്തിന്റെ തികവിന്റെ സമയം വരുമ്പോൾ വെളിപ്പെടാനുള്ളവൻ വെളിപ്പെടും, വരുവാനുള്ളവൻ വേഗം വരും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം തള്ളിക്കളയാതെ, ഒരു ഗ്രേറ്റ് റിവാർഡിന് വേണ്ടിയുള്ള ഈ ധൈര്യം തള്ളിക്കളയാതെ കാത്തിരിക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും, സമയം ഇതാ നിവൃത്തിയായിരിക്കുന്നു. അന്നൊരു ശബ്ദം കേട്ടു. യോഹന്നാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇറങ്ങാൻ വരുമ്പോൾ, അതെ, ഇനിയും സുവിശേഷം വിശ്വസിക്കുന്നതിലൂടെയാണ്, മാനസാന്തരത്തിലൂടെയാണ് ദൈവരാജ്യം ഒരു കാലം വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവിടെ കേട്ട മെസ്സേജ്, ആദ്യം കേട്ട മെസ്സേജ്, കാലം തികഞ്ഞു. എന്താ കാലം തികഞ്ഞു പറഞ്ഞ അർത്ഥം? The time is fulfilled. ദൈവം വെച്ചിരിക്കുന്ന സമയത്തിന് നിവർത്തി വന്നപ്പോൾ ദൈവം ഇതാ പുതിയ നിയമത്തിന്റെ മുന്നോടിയായി യേശുവിന് വഴി നിരപ്പാക്കുവാൻ യോഹന്നാൻ സ്നാപകനെ വളരെ പ്രീ പ്ലാനോടുകൂടെ എന്താണ് എലിസബത്തും സഖറിയാവും എന്ന രണ്ട് ദമ്പതികളെ അവരെ എവിടെ കൊണ്ടുവരുവാണ്? ആ കുടുംബത്തെ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുകയും കാത്തിരിക്കുകയും നിർമ്മലരായി നിൽക്കുകയും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുകയും ചെയ്തിട്ടും ദൈവനീതി കാണാതെ ജീവിച്ച ഒരു കുടുംബത്തെ എന്തിനു വേണ്ടി ഉപയോഗിച്ചെന്നറിയാമോ? ദൈവം ഏറ്റവും അധികമായി മുന്നൊരുക്കിയിരുന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആ കുടുംബത്തെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ ടൈം മനസ്സിലാകാതെ പോകുമ്പോഴാണ് നമ്മൾ അധികം ഭാരപ്പെടുന്നത്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി, അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തിന് വേണ്ടി, ദൈവന്റെ സമയത്തിന് വേണ്ടി തന്റെ ഭക്തന്മാർ കാത്തിരിക്കണം. അവന്റെ കാലം വരട്ടെ. ആ കാലത്തിന്റെ തികവെങ്കിൽ, ആ ടൈം ഫുൾഫിൽ ആകുമ്പോൾ അവനറിയാം നമ്മളോടുള്ള വാഗ്ദാനങ്ങളും ഫുൾഫിൽ ചെയ്യാൻ, നമ്മളോടുള്ള കണക്കുകൾ തീർക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, തന്നെ ആദരിക്കുന്നവരെ ആദരിപ്പാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. തന്റെ മക്കളോട് നീതി കാട്ടുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അതുകൊണ്ട് ഇതാ സുവിശേഷ പ്രസംഗത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ഇനിയും സുവിശേഷത്തിലൂടെ, മാനസാന്തരത്തിലൂടെ, സുവിശേഷം കേട്ട് വിശ്വസിച്ച് മനം തിരിയുന്നതിലൂടെ ദൈവരാജ്യ പ്രവേശനം എന്ന ദൈവത്തിന്റെ നീതി നിവർത്തിക്കാൻ സമയം വന്നപ്പോൾ ആദ്യം പ്രസംഗിച്ച പ്രസംഗം ഇതാണ്. ആദ്യ വാക്കിതാണ്, കാലം തികഞ്ഞിരിക്കുന്നു. The time is fulfilled. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്ത ആലോചനകളാണത്. യെശയ്യാവ് വിളിച്ചു പറഞ്ഞതാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണിത്. ഓ, വഴി നിരപ്പാക്കുന്നവൻ വരുന്നുവെന്ന് കാലങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു. എന്നാൽ കാലത്തിന്റെ തികവിങ്കൽ, സമയത്തിന്റെ പൂർത്തീകരണത്തിങ്കൽ അത് സംഭവിച്ചു. അപ്പോസ്തലന്മാരുടെ എല്ലാം ദൗത്യം അതായിരുന്നു. ദൈവം ഫുൾഫിൽ ചെയ്യും തന്റെ വാഗ്ദാനം, പക്ഷെ അക്കോർഡിംഗ് ടു ഹിസ് ടൈം. നമുക്ക് പലതിലും എത്തും പിടിയില്ല. നമുക്ക് സമയത്തെ കുറിച്ച് അധികം കൺസേൺ ഇല്ല. സമയം എന്ന് ഉദ്ദേശിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ക്ലോക്ക് നോക്കിയുള്ള ഒരു ടൈമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോന്നിനെ കണക്ട് ചെയ്ത് ദൈവം ചെയ്യുന്ന ദൈവനീതി. നമ്മൾ സമയത്തെ കുറിച്ച് ഭയങ്കര ബോധമുള്ളവരാ, അല്ലെ? 5 മിനിറ്റ് മുന്നോട്ട് പോയാൽ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം 8:35 ലേഡീസ് മീറ്റിംഗ് നീയത് 1 അല്ലെ? 1 മണിയാകുമ്പോൾ ഷാർപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കും? നമ്മൾ ബൈബിളിൽ സിബിട്ടിരിക്കും. ബിക്കോസ് വി ആർ സോ കൺസേൺഡ് അബൌട്ട് ആ ടൈമിനെ കുറിച്ചല്ല പറയുന്നത്. ദൈവം ആ ടൈമിൽ ഒട്ടും കൺസേൺ അല്ല. നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചു, മോശയോട് പറഞ്ഞ് കയറി വാ, കൽപ്പനയൊക്കെ തരാമെന്ന് പറഞ്ഞു. മോശ സ്വപ്നത്തെ വിചാരിച്ചില്ല ഈ കയറിപ്പോക്ക് 40 ദിവസം പട്ടിണി ഇരിക്കാനാണ്. മോശയോടത്ത് ചെന്നാ ഉടനെ എഴുതി കൈ കൊടുത്തേക്ക് വിടുക. പക്ഷെ അവിടെ ചെന്നപ്പോ മനസ്സിലായി, ദൈവം സംസാരിച്ച് 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ്, 40 ദിവസമായി. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ബോറല്ല ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. വിശപ്പറിയുന്നില്ല, ദാഹം അറിയുന്നില്ല. താഴ്വാരത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര മണിക്കൂറിൽ വെള്ളം കുടിക്കാതെ ഒരു അടി വെക്കാൻ പറ്റത്തില്ല. മരുഭൂമിയിലൂടെ യാത്രയിൽ എനിക്ക് ഇത്ര സമയത്തിൽ ഭക്ഷണം കഴിച്ചില്ലേ മോശയ്ക്ക് തല കറങ്ങുമായിരിക്കും. പക്ഷെ സീനായുടെ മുകളിലേക്ക് ദൈവം വിളിച്ച് ദൈവവുമായുള്ള സംഭാഷണത്തിനും കൂട്ടായ്മയിലും ദൈവത്തിന്റെ മൊഴികൾ കേൾക്കുമ്പോൾ, അവന്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ, അവനുമായുള്ള ബന്ധത്തിലായപ്പോൾ മോശയ്ക്ക് ഏറ്റവും ഒരുപക്ഷെ ആവശ്യമായിരുന്നതിനെ പോലും ആവശ്യമില്ലാതെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് മോശയെയും അറിയിക്കേണ്ടത് ദൈവവുമായുള്ള ആ ദിനങ്ങൾ 40 നാളോളം നീണ്ടു. നമ്മുടെ പ്രത്യേകത, മനുഷ്യന്റെ പ്രത്യേകത എങ്ങനെയാ?
ഡെയിലി നമ്മൾ ഭയങ്കര കൺസേൺ ആണ്. ടൈം 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 ടൈം. നമ്മുടെ വിചാരം അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയെന്നറിയോ? നമ്മുടെ മാനത്തോട് ബന്ധപ്പെട്ട ഈ സമയത്തിനുള്ളിൽ, ഈ മാസത്തിനുള്ളിൽ, ഈ വർഷത്തിനുള്ളിൽ, ഈ പ്രായത്തിനുള്ളിൽ, ഇത്ര മണിക്കുള്ളിൽ, ഇതിൽ കൂടുതൽ സമയം പറ്റത്തില്ല. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണെന്നറിയോ? നമ്മളിലേക്ക് നോക്കിയാണ് നാം ടൈമിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നാം ടൈമിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരാ. പക്ഷെ അതെല്ലാം നമ്മുടെ പേഴ്സണൽ ഗെയിനെ നോക്കി, പേഴ്സണൽ കംഫർട്ടിനെ നോക്കി, നമ്മുടെ സമയം നോക്കി, നമ്മുടെ സ്വകാര്യത നോക്കി, നമ്മുടെ സൗകര്യം നോക്കി നാം സമയത്തെ കുറിച്ച് കൺസേൺ ആവുമ്പോൾ ദൈവം അങ്ങനെയല്ല. ദൈവം സമയത്തെ കുറിച്ച് കൺസേൺ ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിനറിയാം ഏത് കാലത്ത് യോഹന്നാനെ പുറത്തു കൊണ്ടുവരണം, എത്ര മാസത്തിന്റെ ഡിഫറൻസിൽ വേണം യേശുവിനെ യോഹന്നാനെ ഭൂമിയിലേക്ക് അയക്കുവാൻ, എത്രയധികം സമയം കൊടുക്കണം. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തിനറിയാം എത്ര വർഷം കൊടുക്കണം മാനസാന്തരത്തിന് വേണ്ടി. അതെ, ദുഷ്ടതയിൽ നിന്ന് മനം തിരിയാനും സമയം ദീർഘമായി കൊടുക്കുന്ന ദൈവത്തിന്റെ ടൈം എന്ന് പറയുന്നത് എല്ലാവരോടും നീതി പുലർത്തുന്നതാ. ദൈവത്തിന്റെ സമയത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത് ദുഷ്ടനെയും കൺസിഡർ ചെയ്യും, നീതിമാനെയും കൺസിഡർ ചെയ്യും. കാരണം ഓരോരുത്തരും അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ന്യായവാദം പറയാൻ വേണ്ടി ഒരു പഴുതുവിടാതെ ദൈവം തന്റെ നീതിയെ നിവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി കേട്ടുകൊള്ളുക, യോഹന്നാന്റെ എൻട്രിക്ക് വേണ്ടി ദൈവം ഒരു സമയം വെച്ചു. ആ സമയത്ത് ദൈവം ആരെ ആദരിച്ചു? സക്കറിയാവിനെയും എലിസബത്തിനെ ദൈവം ആദരിച്ചു. ശമൂവേൽ ആലയത്തിൽ വളരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് വേണ്ടി ദൈവം ആരെ സൂക്ഷിച്ചു വെച്ചു? അന്നയെ സൂക്ഷിച്ചു വെച്ചു. ഇതാ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ട സമയം വന്നപ്പോൾ അത് ദൈവം തന്റെ സമയത്തിന്റെ കാലത്തിന്റെ തികവെങ്കിൽ അത് ചെയ്യും. നാം സമയത്തെ കൈകാര്യം ചെയ്യുന്നവരല്ല ദൈവം സമയത്തെ കൈകാര്യം ചെയ്യുന്നത്. നാം സമയത്ത് പലതും പ്രതീക്ഷിച്ച് തിടുക്കം കാട്ടുന്ന പോലെയല്ല ദൈവം തന്റെ മക്കളോട്, തന്റെ ഭക്തന്മാരോട് ഇടപെടും. നമുക്ക് നാളെ കുറിച്ച് അറിയാത്ത, ഇന്നെന്നുള്ള ഒരു കാഴ്ചയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യന് അവൻ അറിയില്ല എന്ത് ദൈവം ചെയ്താൽ ഗുണമാകും, ചെയ്തിട്ടില്ലെങ്കിൽ ഗുണമാകും. ദൈവത്തിനറിയാം അവൻ എന്തെപ്പോൾ ചെയ്താൽ അത് ലഭിക്കുന്നതിന് അത് ഗുണമാകും. അതുകൊണ്ട് ദൈവത്തിന് അത് ഗുണപ്പെടും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഒരു ശബ്ദം കേട്ടു ഇസ്രായേലിൽ, ഒരു ശബ്ദം കേട്ടു യഹൂദ്യ മലനാട്ടിൽ, ഒരു ശബ്ദം കേട്ടു അതെ ഗലീലിയ നാട്ടിൽ, ഒരു ഫലസ്തീൻ നാട്ടിൽ ഒരു ശബ്ദം മുഴങ്ങി. കാലം തികഞ്ഞു, ദൈവം വെച്ചിരുന്ന സമയത്തിന്റെ ഫുൾഫിൽമെന്റ് വന്നു. ഇനിയും ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഇതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? കാൽവറി ക്രൂശിൽ ഒരു കാര്യം സംഭവിച്ചു. യേശു വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയായി. എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണ്, എല്ലാം അക്കംപ്ലീഷ് ചെയ്യുകയാണ്. എന്നിട്ട് യേശു അതിനു മുമ്പ് അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ ചേർപ്പാൻ കടന്നു വരും, വേഗം വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ഇനി നിറവേറുവാനുള്ള വാഗ്ദാനം അതാ. അതെങ്ങനെ നിറവേറും? ആ സമയത്തിന്റെ പൂർണ്ണത കടന്നു വരുമ്പോൾ. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവർക്കും ദൈവം അവസരം കൊടുക്കും. മനം തിരിയേണ്ടവർക്കും മനം തിരിയുവാൻ, വിശ്വസിക്കേണ്ടവന് വിശ്വസിപ്പാൻ. അവിശ്വസിക്കേണ്ടവൻ അവിശ്വസിച്ചേക്കാം, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തേക്കാം. പക്ഷെ അവന് ദൈവസ്ഥയിൽ പറയാൻ പറ്റത്തില്ല, അനീതി ചെയ്ത എനിക്ക് ഒരവസരം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് വിശ്വസിക്കാമായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഒരു പഴുതും ആർക്കും വിട്ടു കൊടുക്കാതെ എന്ത് സംഭവിക്കുമെന്ന് പറയട്ടെ, ആ കാലത്തിന്റെ തികവിങ്കൽ നമ്മുടെ രക്ഷിതാവ് വെളിപ്പെടും. നമ്മുടെ രക്ഷിതാവ് കടന്നു വരും. അവിടുന്ന് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ഓൾറെഡി ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫ് ഉണ്ട്. ഞങ്ങൾക്ക് അത് നേരത്തെ റിസർവ് ചെയ്യേണ്ടതാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് മരണാനന്തര ക്രിയകൾക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ ആണ്ടുതോറും ക്രിയകൾ ചെയ്തിട്ടും, അതായത് ഇസ്രായേലിൽ യെരൂശലേമിൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്നവർ ആണ്ടുതോറും യാഗം അർപ്പിച്ചിട്ടും പാപപരിഹാരത്തിന്റെയോ പാപമോചനത്തിന്റെയോ സംതൃപ്തിയോ സന്തോഷമോ അതെ ആ പൂർണ്ണതയോ കൈവരിക്കാൻ കഴിയാതെ ആവർത്തിച്ച് യാഗം ചെയ്തു വന്ന പോലെ ഇപ്പോൾ നാം കണ്ടുവരുന്ന ഒരു ക്രിയ എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ മരണാനന്തരം അന്ന് തുടങ്ങി അതെ ആവുന്നത്രയും മരണാനന്തര ക്രിയകൾ ചെയ്തിട്ടും ഉറപ്പില്ല, ഒരു
വശത്ത് ഉറപ്പ് പറയുന്നു, വേറൊരു വശത്ത് ഉറപ്പില്ലാത്ത ക്രിയകൾ ചെയ്തുകൊണ്ട് അസന്തുലിതമായി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഈ തലമുറയിൽ നാം വിളിച്ചു പറയണം, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അവനിൽ വിശ്വസിച്ച് അവനോടുകൂടെ ചേർന്ന് ഞങ്ങൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന എന്തെന്നും ഞങ്ങൾക്ക് കൺഫേമായി അടിച്ചു കിട്ടിയിരിക്കുന്ന എന്തെന്നും ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്തെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് വെളിപ്പെടാൻ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈമിൽ അത് വെളിപ്പെടും. അത് വെളിപ്പെടാത്തതുകൊണ്ട് പലരും ഇവിടെ നമ്മളെ വിഡ്ഢികളായി കണ്ടേക്കുക, അല്ലെങ്കിൽ നമ്മളെ ഭോഷന്മാരായി എണ്ണുക. പറയണം, അല്പം സമയത്തിന്റെ വിഷയമേ ഉള്ളത്. ഒരല്പ സമയം മുന്നോട്ട് പൊക്കോട്ടെ. കാലത്തിന്റെ തികവെങ്കിൽ യേശു വെളിപ്പെട്ടെങ്കിൽ, യോഹന്നാൻ സ്നാപകൻ 6 മാസം മുമ്പേ വന്നെങ്കിൽ, യെശയ്യാവ് വിളിച്ചു പറഞ്ഞ കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ ആ മകൻ പുറപ്പെട്ടു വന്നെങ്കിൽ, ആ മകന് വഴിയൊരുക്കുന്ന ഒരുവൻ മരുഭൂമിയിൽ ഒരു വോയിസ് കേൾക്കാമെന്ന് പറഞ്ഞവൻ അവന്റെ ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങിയെങ്കിൽ, വീണ്ടും വിളിച്ചു പറയുന്നു, നിങ്ങളോട് പറഞ്ഞവ വരുവാനുള്ളവൻ വേഗം വരും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, നിങ്ങളുടെ പൗരത്വത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോണം. ആ പൗരത്വം മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്നറിയാവോ? നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത, യെസ്, ഞങ്ങൾ താഴ്ചയുള്ള ശരീരത്തിന്റെ ഉടമകളാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൗരത്വം എന്തുവാണെന്നറിയാമോ? അത് സ്വർഗീയ പൗരത്വമാണ്. ഈ സിറ്റിസൺഷിപ്പ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിൽ ഒരു ഡൈനാമിക് പവർ ക്രിയ ചെയ്യപ്പെടും. എന്താ ഡൈനാമിക് പവർ എന്ന് വെച്ചാൽ? വ്യാപരിക്കുന്ന ശക്തി, ചലനാത്മക ശക്തി, രൂപാന്തര ശക്തി. എന്താണ് ആ രൂപാന്തര ശക്തിയുടെ പ്രത്യേകത? ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ, അതാണ് നമ്മൾ ഫിലിപ്പ് ലേഖനം 3:20-21 വായിച്ചത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മടങ്ങി വരാം. ഇതിനു വേണ്ടിയാണ് നമ്മളെ ന്യൂ ലൈഫിലേക്ക് ആഹ്വാനം ചെയ്യും. എന്താണ്? വെളിപ്പെടാൻ പോകുന്ന ആ മഹത്വമുള്ള ശരീരത്തെ വഹിച്ചുകൊണ്ട് സ്വർഗീയ പൗരന്മാരായി ജീവിക്കേണ്ട നമ്മൾ ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഹയർ സ്റ്റാൻഡേർഡിലുള്ള ഈ ശരീരം, അതായത് ദൈവം ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഉറച്ചു വിശ്വസിക്കുന്നവർ, അവർ ഓർത്തോണം, ഞങ്ങൾക്ക് സ്വഭാവത്തിൽ രൂപാന്തരം സംഭവിച്ചേ മതിയാകും. ഒരു സാധ്യതയുമില്ലാത്ത, ആര് ശ്രമിച്ചാലും നടക്കാത്ത ഞങ്ങളുടെ ശരീര രൂപാന്തരം ദൈവം തന്റെ ശക്തിയാൽ ഞങ്ങളിൽ ചെയ്യുമെന്ന് ഞങ്ങളുടെ ഉറപ്പെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ക്രിസ്തുവിനോട് ഏകീഭവിച്ചു, ഒന്നായി തീർന്നിരിക്കുന്നു. അവന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അതൊരു ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മണ്ണോടും മണ്ണ് ചേരേണ്ട ഈ ശരീരം അത് മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഒരു വിൺ ശരീരം തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ള ഓരോരുത്തരും പറയണം. അങ്ങനാണെങ്കിൽ എൻ്റെ എല്ലാ ജഡിക വികാരങ്ങളെയും നിർജീവമാക്കിക്കൊണ്ട് സ്വർഗത്തിന് അനുരൂപമായ ഒരു സ്വഭാവത്തിന് ഈ ഭൂമിയിൽ എന്നെ ഉടമയാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതാണ് ന്യൂ ലൈഫിന്റെ ആഹ്വാനം. ഇതിനൊക്കെ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോസ്തലൻ ഇവിടെ കണക്ട് ചെയ്തു. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എവിടെയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ടല്ല നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ടല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പൗരത്വം കിട്ടിയത്. പിന്നെയോ ക്രിസ്തുവിലും അവൻ ചെയ്ത പ്രവൃത്തിയിലും അവൻ കാൽവറി ക്രൂശിൽ അക്കംപ്ലിഷ് ചെയ്ത നിവർത്തിച്ച ക്രിസ്തുവേശുവിന്റെ പരമയാഗത്തിന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ വചന കേൾവിയാൽ നിങ്ങളിൽ ഉണ്ടായ വിശ്വാസത്താൽ നിങ്ങൾക്ക് റിസർവ് ചെയ്യപ്പെട്ട ജീവിതമാണിത്. ആ ജീവിതത്തിന്റെ ഉടമയായതുകൊണ്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലൈഫ് സ്റ്റാൻഡേർഡ് ആണ്, ക്വാളിറ്റി ലൈഫിനെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ആകയാൽ 101% നിങ്ങൾ ഉറപ്പിച്ചു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അതായത് നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമുക്ക് പൗരത്വം തന്നിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെടും എന്നല്ല, തേജസ്സിൽ. ഇതാണ് ക്രിസ്തുയേശുവിനുള്ള കൂട്ടവകാശം എന്ന് എന്നിട്ട് പറയണം. ആകയാൽ, therefore so, തിരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുവരുന്നത്.
ജീവിതം നന്നാക്ക്, ദൈവം രക്ഷിക്കും. തിരിച്ചാണ് വേദപുസ്തകം. ദൈവം രക്ഷിച്ചിരിക്കുന്നവരോട് പറയാണ് ഇനിയും ജീവിതം നന്നാക്ക്, പ്രവർത്തികൾ നന്നാക്ക്, ദൈവം കനിയും. അങ്ങനല്ല, ദൈവം കനിഞ്ഞവരോട് പറയുകയാണ് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരട്ടെ. അതുകൊണ്ടാണ് ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഒന്നും അറിയാതല്ല നിങ്ങളെ രക്ഷിച്ചേ. നാട്ടിലേക്ക് ഏറ്റവും നല്ല ആൾക്കാരാന്ന് പറഞ്ഞല്ല നിങ്ങളെ തെരഞ്ഞെടുത്ത്. കൊലോസോട് പറയുക, നിങ്ങളും എങ്ങനെ നടന്നെന്ന് നന്നായിട്ട് ദൈവത്തിന് അറിയാം. പക്ഷേ ഇപ്പോഴോ അപ്പോഴോ നിങ്ങൾ എങ്ങനായിരുന്നു? ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ വെറുതെ ഈ പൗരത്വത്തിന്റെ അവകാശം പറയുന്നത്? നിങ്ങൾ എന്തിനാ ഈ ഡൈനാമിക് പവറൊക്കെ ഞങ്ങളിൽ വ്യാപരിക്കും? ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തോട്, അതെ, ശരീരത്തെ ദൈവം തന്റെ വ്യാപാര ശക്തിയാൽ മഹത്വമുള്ള ശരീരത്തോട് ട്രാൻസ്ഫോം ചെയ്യിക്കും, രൂപാന്തരപ്പെടുത്തുമെന്ന് പറയാൻ വിശ്വാസവും ധൈര്യവും പ്രത്യാശയുമുള്ള ഒരു വ്യക്തി 100% ഉറപ്പിച്ചോണം. ആ കർത്താവ് ഈ ഭൂമിയിലെ അല്പായുസേ ഉള്ളെങ്കിലും ആ ആയുസിൽ എത്ര ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ തരുന്നു എന്റെ ദുസ്വഭാവങ്ങളെ, അതായത് പണ്ട് എന്നിൽ ഞാൻ ശീലിച്ചു വന്നതും ദൈവത്തിന്റെ കോപം ഇറങ്ങി വരുന്ന രീതിയിലുള്ള അപ്പോഴത്തെ ആ നാളിലത്തെ ചെയ്തു വന്നിരുന്ന എന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുവാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് നടക്കത്തില്ല. പക്ഷെ എന്റെ ദൈവം ആരാന്നറിയാമോ? എന്റെ ദൈവം ഈ മൺശരീരത്തെ മാറ്റി വിൺശരീരം തരാൻ കഴിവുള്ളവനാണ്. വാഗ്ദാനം തന്ന് റിസർവ് ചെയ്ത് സിറ്റിസൺഷിപ്പ് ഉറപ്പിച്ച് കൺഫേം ചെയ്ത് തന്നിട്ട് ഞാൻ അവിശ്വസിക്കണോ എന്റെ ഈ ദുസ്വഭാവത്തെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന്? ഏറ്റവും വലുത് ദൈവം ചെയ്തു കഴിഞ്ഞു. നമുക്കൊരിക്കലും അപ്ലൈ ചെയ്ത് സാങ്ഷൻ മേടിക്കാൻ, അതായത് അതൊക്കെ നമുക്കൊരിക്കലും പെർമിഷൻ കിട്ടാത്ത, നമുക്കൊരിക്കലും അനുവദനീയമല്ലാത്ത നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിരത്തി വെച്ച് അപേക്ഷിച്ചാലും, നമ്മുടെ എല്ലാ കഴിവുകളും നമ്മുടെ എല്ലാ ഗുണങ്ങളും നിരത്തി വെച്ച് അപേക്ഷിച്ചാലും നമുക്ക് പൗരത്വം കിട്ടാത്ത സ്ഥലമാണ് സ്വർഗം. നമുക്ക് അവകാശം കിട്ടാത്ത രാജ്യമാണ് ദൈവരാജ്യം. കാരണം എന്താണ്? നമ്മുടെ എല്ലാ സൽപ്രവൃത്തികളും അവന്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെ ആരുടെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവന്റെ. എന്നാൽ വിശ്വാസാൽ നീതീകരിക്കപ്പെടുന്നവനോട് പറയുകയാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ പൗരത്വം എന്തിലേക്ക് നിന്നെ നയിക്കുമെന്ന് ചോദിച്ചാൽ, ആ സിറ്റിസൺഷിപ്പ് നിന്റെ ശരീരത്തിന്റെ ആകമാന രൂപാന്തരത്തിനായി ദൈവം കാരണമാക്കുമെങ്കിൽ ഓർത്തുകൊള്ളുക, ഇനി നിങ്ങൾ നയിക്കേണ്ട ജീവിതത്തെ കുറിച്ച് ദൈവ മക്കളോട് പറയുകയാണ്. ദൈവം നിങ്ങൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാത്ത മേഖലകളിലെല്ലാം ദൈവം നിങ്ങൾക്ക് ഫ്രീഡം തന്നു. എന്തിനു വേണ്ടിയാ? പാപത്തിൽ ജീവിക്കാനല്ല, പാപത്തെ ജയിച്ച് ജീവിക്കുവാനുള്ള ഫ്രീഡം. നയപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിച്ചത് ഇനിയും നിങ്ങൾ മനുഷ്യന്റെ ഏതെങ്കിലും പ്രമാണങ്ങൾ കുടുങ്ങുവാനല്ല, നിങ്ങളുടേതായ ഇഷ്ടത്തിന് ജീവിക്കുവാനല്ല. ദൈവം നിങ്ങൾക്ക് കഴിയാത്തത്, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത്, മറുവില കൊടുത്ത് നേടാൻ കഴിയാത്ത സ്വാതന്ത്ര്യവും വിമോചനവും വീണ്ടെടുപ്പും രക്ഷയും അവകാശവും, അതെ, പൗരത്വവും നിങ്ങൾക്ക് തന്നത് ഇനി നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാനല്ല, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച്. ആകയാൽ എന്തുകൊണ്ട് ഈ മുകളിൽ പറഞ്ഞ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുക, ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കണം? നമ്മുടെ ലക്ഷ്യം എവിടെ ആയിരിക്കണം? നമുക്ക് വെളിപ്പെടാൻ ഒരു ജീവിതമുണ്ട്. ഇപ്പോൾ ഓരോ വെളിപ്പെടാനുള്ള ജീവിതം റിസർവ് ചെയ്തിരിക്കുന്ന ഓരോ ദൈവത്തിലും ഇപ്പോൾ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ട ഒരു ജീവിതമുണ്ട്. ഒന്നുകൂടെ പറയാം, ദൈവ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം, അത് വെളിപ്പെടാൻ പോകുന്നു. അതിന്റെ ഇടക്കാല അളവിൽ വേണം നാം ക്രിസ്തുവേശുവിലൂടെയുള്ള
വെളിപ്പെടുത്തേണ്ട ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹാത്മ്യമുള്ള ജീവിതം വെളിപ്പെടുത്താൻ ഒരു ചെറിയ കാലയളവ് ഭൂമിയിൽ നമുക്ക് വെച്ചേക്കാം. എന്നാൽ വെളിപ്പെടാനുള്ള ജീവിതത്തിന് കാലയളവുണ്ടോ? ഇല്ല. അത് അനന്തമാണ്, നിത്യമാണ്, അതിന് അന്തമില്ല, അത് എവർലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഈ ഭൂമിയിൽ ഒരല്പസമയം നമുക്ക് തന്നിരിക്കുവാണ്. എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തോടും കൂടെ ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ഉള്ള, ഒരു ക്വാളിറ്റിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഉടമകളായി ഈ ഭൂമിയിൽ യേശു പറഞ്ഞു, ഭൂമിയുടെ ഉപ്പായി, മലമേൽ മറഞ്ഞിരിക്കാത്ത പട്ടണമായി, ഭൂമിയുടെ വെളിച്ചമായി വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് വെച്ചിരിക്കുന്ന ഈ ചെറിയ കാലയളവിൽ നമുക്ക് യഥാർത്ഥമായി ആ ന്യൂ ലൈഫിനെ വെളിപ്പെടുത്താം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് വളരെ എന്താ പറയണ്ടേ, സ്പെസിഫൈ ചെയ്ത്, ഒരു മടിയും കൂടാതെ, ഒരു എന്താ പറയണ്ടേ, ഒരു ജനറലായി എങ്ങും തൊടാതെ, ആർക്കും ഫീൽ ചെയ്യല്ലേ, എല്ലാവരും നല്ലതായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പിന്നെ പല സ്വഭാവമൊക്കെ മാറ്റണം, അങ്ങനൊന്നുമല്ല. എല്ലാ ദൂഷ്യ സ്വഭാവം ഇവിടെ ലിസ്റ്റപ്പ് ചെയ്യും. കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അപ്പോസ്തലൻ ഒരു മടിയും കൂടാതെ ന്യൂ ലൈഫിനെ തടസ്സപ്പെടുത്തുന്ന, എഗനസ്റ്റായി നിൽക്കുന്ന ജഡിക പ്രവർത്തികളെ, ജഡാൽഗ്യ വികാരങ്ങളിൽ നമ്മളിൽ പതിയിരിക്കുന്ന, നമ്മളിൽ നിൽക്കുന്ന ആ സ്വഭാവത്തെ നമ്മളെ അറ്റാക്ക് ചെയ്യുവാനും നമ്മുടെ ജീവിതത്തെ മോഹത്തിലേക്ക് തള്ളിവിടുന്ന അവിടെയുള്ള ആ സ്വഭാവ ജഡിക വികാരങ്ങളെ എടുത്തിട്ട് പറയുക, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ, അല്ലെങ്കിൽ നിർജീവമാക്കി. എന്താ ഈ ഭൂമിയിലുള്ള അവയവം? കാരണം ഓൾറെഡി സ്വർഗത്തിൽ പൗരത്വം ഉള്ളവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുണ്ടെന്നറിയാം, നിങ്ങളിൽ പതിയിരിക്കുന്ന ഭൗമികമായ ജഡികമായ വികാരങ്ങൾ ഉണ്ട്. ഇവ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവയെ നിർജീവമാക്കണം. സോ പുട്ട് ടു ഡെത്ത്. നിങ്ങൾ അവ ജീവൻ വെക്കാൻ സമ്മതിക്കരുത്. അവയ്ക്ക് നിങ്ങളിൽ ജീവൻ വെക്കേണ്ടത് സ്വർഗീയ പ്രത്യാശ, വെളിപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശം, നിത്യ തേജസ്, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഓൾറെഡി ചെയ്തു, ഇനിയും ചെയ്യാൻ പോകുന്നു. എന്തൊരു മഹാഭാഗ്യമാണ്! ഭക്തന്മാർ പാടിയ പാട്ട് പോലെ, ക്രിസ്തീയ ജീവിതം പോൽ പകൽ ഭാഗ്യമാം ജീവിതം എന്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ലക്ഷ്യം വെച്ചവരുടെ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ക്രിസ്തുവേശുവിലേക്ക് കണ്ണുയർത്തി, ക്രിസ്തുവേശുവിലേക്ക് ഹൃദയം ഉയർത്തി സ്വർഗത്തിലുള്ളത് ചിന്തിപ്പാൻ തുടങ്ങിയവർ ഭൂമിയിലുള്ള അവരുടെ ജഡീക വികാരങ്ങൾ, ഏതാ പറയുന്നത്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ earthly things lurking within you. അതായത് നിങ്ങളുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ജഡീകമായ, അല്ല ഇങ്ങനെയാണ് നമ്മുടെ ആ സിമ്പിൾ വേർഷൻ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ ജഡീക വികാരങ്ങളെ നിർജീവമാക്കുക, അതിനെ നിങ്ങൾ മരിപ്പിക്കുക. സോ പുട്ട് ടു ഡെത്ത്. ഓൾറെഡി നിങ്ങൾ ആ ഡിസിഷൻ എടുത്തു. കർത്താവിലൂടെ നിങ്ങൾക്ക് ആത്മീയ പരിശോധന ലഭിച്ചു. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു തിരിവ്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നു. ആ പ്രൗഡ്, ഞാൻ എന്ന ഭാവവും, ആ എന്താ പറയണ്ടേ, ആ അഹങ്കാരവും, ആ പവറും, എന്റെ കൈ കൊണ്ട്, എന്റെ അധ്വാന ഫലം കൊണ്ട് ഞാൻ അത് സാധിപ്പിക്കുന്നുള്ള ഞാനും എന്റേതുമായ പ്രൗഡ് ആൻഡ് പവറിനെ കട്ട് ഓഫ് ചെയ്തു. അതാണ് ബാപ്റ്റിസ്റ്റിലൂടെ നമുക്ക്. ഇനിയും പറയുകയാണ്, ഇനി എന്തുണ്ട്? ഈ അഭിലാഷങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഴിയും. കാരണം ഓൾറെഡി അത്യധികമായ ഒരു പ്രവൃത്തി കർത്താവ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് നിങ്ങളെ തിരിച്ചുവിടുന്ന ദുർനടപ്പിലേക്ക്, അശുദ്ധിയിലേക്ക്, അതിരാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് വിഷയാസക്തി, ഒരു കാര്യത്തോടുള്ള അതിയായ നിങ്ങളുടെ ആസക്തി, അതിനാണ് അതിരാഗം എന്ന് പറയുന്നത്. ദുർമോഹം. എന്താ ദുർമോഹം? ഈവിൾ ഡിസയേഴ്സ്. ഡിസയേഴ്സ് നല്ലതാണ്, പക്ഷെ ഈവിൾ ഡിസയേഴ്സ്, ഒരു ഭക്തന്റെ ഡിസയർ ആകാം, ആഗ്രഹമാകാം, പക്ഷെ അത് ദുരാഗ്രഹം ആകരുത്. എന്നിട്ട് പറയാണ് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എന്താണ് ഈ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്ന് പറഞ്ഞ അർത്ഥം? എന്നറിയാമോ? Don't be greedy.
For a greedy person is an idolater, worshipping the things of this world. ഒരാൾ അത്യാഗ്രഹിയായാൽ ആ ആള് പിന്നെ സേവിക്കുന്നത് ഈ ലോകത്തെ ആയിരിക്കും. വർഷിപ്പിംഗ് അതുകൊണ്ടാണ് പറഞ്ഞത് വിഗ്രഹാരാധിയായ അത്യാഗ്രഹി. അങ്ങനല്ലേ നമ്മുടെ വേർഷൻ അല്ലേ? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അതെന്താ? നമുക്ക് വിഗ്രഹാരാധനയെ കുറിച്ചും അറിയാം, അത്യാഗ്രഹത്തെ കുറിച്ചും അറിയാം അല്ലെ? നമുക്ക് ഗ്രീഡിനെസ് എന്താണെന്നും അറിയാം, ഐഡലട്രി എന്താണെന്നും അറിയാം. പക്ഷെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹത്തെ കുറിച്ച് അത്ര അറിയില്ല അല്ലെ? വിഗ്രഹാരാധന എന്താ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത്യാഗ്രഹം എന്താന്ന് ചോദിച്ചാലും എല്ലാവർക്കും. പക്ഷെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്ന് അപ്പോസ്തലൻ പറയാൻ കാര്യം എന്നത് ചോദിച്ചാൽ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചാൽ, ഇത് ഒരാളുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടിയാൽ ആ വ്യക്തിയുടെ പ്രത്യേകത കേട്ടോണം. ആ വ്യക്തി ആർക്ക് തുല്യമാവുമെന്ന് അറിയാമോ? ദൈവത്തെ വിട്ടിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കാതെ, നമ്മൾ വർഷിപ്പ് എന്താന്ന് പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ? ആ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാതെ, ആ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കാതെ സേവിക്കാന്ന് പറഞ്ഞാൽ ഗിവിംഗ് ടൈം, ഗിവിംഗ് ലൈഫ്. അതാ സേവനം എന്ന് പറയുന്നത്. സമയവും ജീവിതവും കൊടുക്കാതെ സേവനം നടക്കത്തില്ല. അപ്പൊ സമർപ്പിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? സേവിക്കാനാ. അപ്പൊ അങ്ങനെ ചെയ്യാതെ എന്ത് സംഭവിക്കും അറിയാമോ? ഈ വ്യക്തി എന്തുകൊണ്ടാ വിഗ്രഹാരാധി എന്ന് പറയാൻ കഴിയും? ഒരു അത്യാഗ്രഹിക്ക് അപ്പോസ്തലൻ കൊടുക്കുന്ന പേരാണ് വിഗ്രഹാരാധി. ഗ്രീഡിയായ, എത്ര എന്തൊക്കെ ദൈവം ചെയ്താലും എത്രയൊക്കെ ലഭിച്ചാലും സംതൃപ്തിയില്ലാത്ത, ക്രിസ്തുവേശുവിലുള്ള സംതൃപ്തി കൈവരിക്കാതെ നേടണമെന്നുള്ള പോരാ പോരാ പോരാ, അല്ലെങ്കിൽ കിട്ടാത്ത എന്തിനോ വേണ്ടി കൂടുതൽ കൂടുതൽ ഹൃദയം തുടിക്കുമ്പോൾ ആ വ്യക്തിയെ വേദോസം വിളിക്കുകയാണ് എന്താണ്? ആ വ്യക്തി ഒരു വിഗ്രഹാരാധിയ. എന്തുകൊണ്ടാ എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാ? അക്ഷരാർത്ഥത്തിൽ വിഗ്രഹത്തെ ആരാധിച്ചോ? അക്ഷരാർത്ഥത്തിൽ അതെ എന്താ പറയണ്ടേ, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടിയോ? അക്ഷരാർത്ഥത്തിൽ പോയിട്ട് ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ മുമ്പിൽ വണങ്ങിയോ? സഭയിലുള്ളവരുടെ കാര്യം പറയുന്നേ ഇല്ല. അങ്ങനല്ല ഐഡലേറ്റർ ആകുന്നേ. അതൊരിക്കലും സഭയിലുള്ളവർ ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ടാ അത്യാഗ്രഹിയെ വിഗ്രഹാരാധിയായി പറഞ്ഞ കാരണം എന്ന് ചോദിച്ചാൽ അതിവിടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. എന്താന്ന് ചോദിച്ചാൽ, ഫോർ എ ഗ്രീഡി പേഴ്സൺ ഈസ് ആൻ ഐഡലേറ്റർ. എന്താ കാര്യം? വർഷിപ്പിംഗ് ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ വസ്തുക്കളെ വല്ലാതെ സേവിക്കാൻ തുടങ്ങും. ഈ ലോകത്തിന്റെ വസ്തുക്കളെയും ലോകത്തിന്റെ കാര്യങ്ങളോടുമുള്ള അതിയായ ആഗ്രഹമാണല്ലോ അത്യാഗ്രഹം. അത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ സമയം കൊടുക്കാൻ കാണത്തില്ല, സമർപ്പിക്കാൻ കഴിയത്തില്ല. അഥവാ സമർപ്പിച്ചാലും സേവിക്കാൻ, അതിന്റെ അർത്ഥം എന്നാ? മനസ്സ് മുഴുവനും ലോകത്തിന്റെ വസ്തുക്കളോടുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള കാര്യങ്ങളോടുള്ള അതിയായ ആഗ്രഹത്തിനാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ അതിയായ ആഗ്രഹം ഈ വ്യക്തിയെ എവിടെ നിന്ന് മാറ്റിക്കളയും? അക്ഷരാർത്ഥത്തിൽ ഈ വ്യക്തി പോയി ഒരു വിഗ്രഹത്തെ വണങ്ങത്തില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ ഒരിക്കൽ ഒരു പക്ഷെ ചിന്തിക്കുന്നു പോലും ഇല്ല, ഞാൻ തെറ്റാ ചെയ്തെന്ന് പോലും തോന്നത്തില്ല. പക്ഷെ അപ്പോസ്തലൻ വാണിംഗ് കൊടുക്കുക, നിങ്ങൾ ആരും വിട്ടുവന്ന വിഗ്രഹങ്ങളിലേക്ക് പോയിട്ടല്ല വിഗ്രഹാരാധികളാകുന്നേ. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ദൈവത്തിന് കൊടുക്കേണ്ട ജീവിതവും ജീവനുള്ള ദൈവത്തിന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ചേർന്ന് പറയാം, ആ ആരാധന നിങ്ങൾ അവിടെ നിന്നും മാറി ലോകത്തിന്റെ കാര്യങ്ങൾക്കാ കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ വിഗ്രഹാരാധന എന്ന് വിളിക്കത്തില്ല. പക്ഷെ ദൈവം നിങ്ങളെ വിഗ്രഹാരാധന. A greedy person is an idolater. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയും? Worshipping the things of this world. ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. നമ്മൾ ആരും പോയി അക്ഷരാർത്ഥത്തിൽ ഒരു വിഗ്രഹങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല. അങ്ങനെ മടക്കാതെ തന്നെ ഒരു വിഗ്രഹാരാധിയായി തീരുന്ന ഗതികേടുണ്ടായാലോ? ഒരു മനുഷ്യൻ ലോകത്തോട് അമിതമായ സ്നേഹവും അതിലുള്ള വസ്തുക്കളോട്, വ്യക്തികളോട്, വസ്തുവകകളോട്, കാര്യങ്ങളോട്, തിങ്സിനോട് അതിയായ ആഗ്രഹം ഉണ്ടായാൽ ഉടനെ ആള് വിഗ്രഹാരാധിയായെന്നല്ല അർത്ഥം.
ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ജീവനുള്ള ദൈവത്തിന് തന്നെ സമർപ്പിക്കാനോ തന്റെ ടൈം, തന്റെ സമയം, തന്റെ ജീവിതം വിട്ടുകൊടുക്കത്തില്ല. കാരണം ഈ നെട്ടോട്ടത്തിന്റെ ഇടയിൽ തന്റെ ജീവിതം അത്യാഗ്രഹത്തിൽ പോകും. ദൈവം അവനെ നോക്കി പറയും, കേണ്ട ഒരു വിഗ്രഹാരാധി സഭയിലുണ്ട്, വിഗ്രഹം വെച്ച് അവൻ ആരാധിക്കുന്നില്ല. പക്ഷെ എന്റെ സ്ഥാനത്ത്, അതായത് ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ വിഗ്രഹാരാധനയായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമോ മാനമോ മഹത്വമോ സമയമോ സേവനമോ ആർക്ക് കൊടുത്താലും, വ്യക്തികൾക്കോ വസ്തുക്കൾ കൊടുത്താലും ദൈവം അവനെ നോക്കി പറയും, ഇവൻ വിഗ്രഹാരാധിയാണ്, ഈസ് ആൻ ഐഡോളേറ്റർ. ഇതാണ് അപ്പോസ്തലൻ ദൈവസഭയെ പഠിപ്പിക്കുകയാണ്. ഇവരെല്ലാം ജാതീയ പശ്ചാത്തലത്തിൽ വിശ്വാസി വന്നവരാ. അവർ പറയാം, അപ്പോസ്തല, ഞങ്ങൾ യേശുവിന്റെ മഹിമ കണ്ട ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു, ഊമ വിഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഞങ്ങൾ ഇനി ഒരിക്കലും ഊമ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോകത്തില്ല. അപ്പോസ്തലൻ പറയും, പോകരുത്. പക്ഷേ പോകാൻ ഒരു സാധ്യതയുണ്ട്. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോകാൻ അകത്ത് തന്നെ നിന്നോണ്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതെങ്ങനെ ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ അടക്കാനാവാത്ത അത്യാഗ്രഹം. പ്രിയപ്പെട്ടവരെ, രാത്രി ഒരു കാര്യം ഓർത്തണം, നീഡിയും ഗ്രീഡിയും തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. എനിക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു ചിന്തയാ. എന്താണ്? നീഡിയും ഉണ്ട്, ഗ്രീഡിയും ഉണ്ട്. നീഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആവശ്യക്കാർ. ഗ്രീഡി ആരാ? അത്യാഗ്രഹികൾ. നീഡിയെ എപ്പോഴും ദൈവം അവന്റെ ശ്രദ്ധ എപ്പോഴും ആരുടെ മേലുണ്ട്? ആവശ്യക്കാരന്റെ മേലുണ്ട്. നമ്മളും അതേ മനസ്സോടെ വേണം നോക്കാൻ. പക്ഷെ നാം ആരെ കൂടെ തിരിച്ചറിയണം? നീഡിയുമുണ്ട് സഭയ്ക്കകത്ത്, ഗ്രീഡിയുമുണ്ട്. അതായത് ആവശ്യക്കാരനുമുണ്ട്, അത്യാഗ്രഹിയുമുണ്ട്. ആവശ്യക്കാരനെ നോക്കി നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആവശ്യക്കാരനോട് ദൈവത്തിന് തോന്നുന്ന, അതായത് ആ നീഡി എന്ന് പറയുന്നതാണ്, അവരോട് ദൈവത്തിന് തോന്നുന്ന കരുണയാ നമുക്ക് തോന്നണ്ടേ. പക്ഷെ ഗ്രീഡിയെ ദൈവം കാണുമ്പോൾ നമ്മൾ കാണണം. നീഡിയെ എങ്ങനെയാണോ ദൈവം കാണുന്നത് അതുപോലെ നമ്മൾ കാണണം. നമ്മൾ നീഡിയായിരിക്കാം, ഒരാൾ ഒന്നിലല്ലായിരിക്കാം, മറ്റൊന്നിലായിരിക്കാം ആവശ്യം. ഒരാൾക്ക് സാമ്പത്തിക സഹായമായിരിക്കാം, ഒരാൾക്ക് ശാരീരികമായിരിക്കാം, ഒരാൾക്ക് ആത്മീക ബലമായിരിക്കാം വേണ്ടത്, വേറൊരാൾക്ക് വേറെ ഒരു കൈത്താങ്ങായിരിക്കാം. എനിവേ, നമ്മളിൽ എല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നീഡിയാ. നമ്മളെല്ലാവരും ഓരോരോ സമയം അനുസരിച്ച് നീഡിയാ, ആവശ്യക്കാരാ. സഹായം ആവശ്യമുള്ളവരാ, സ്വാന്തനം ആവശ്യമുള്ളവരാ, സമ്പത്തിന്റെ സഹായം ആവശ്യമുള്ളവരാ, കരുതൽ ആവശ്യമുള്ളവരാ, ശുശ്രൂഷയുടെ സമയം ആവശ്യമുള്ളവരാ, ബലം ആവശ്യമുള്ളവരാ. അവരെ കുറിച്ച് നമ്മൾ എന്തു പറയണ്ടേ? ഒരു നീഡിയെ ദൈവം എങ്ങനെ കാണുന്നോ അതുപോലെ സഭ കണ്ടോണം. പക്ഷെ ഒരു കാര്യം കൂടെ ഓർത്തോണം, ഗ്രീഡിയെയും തിരിച്ചറിയാൻ സഭയ്ക്ക് ബോധം വേണം, കഴിയണം. അത്യാഗ്രഹിയെ കാണുമ്പോൾ അത്യാഗ്രഹമാം തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുവാൻ അപ്പോസ്തലനോട് തയ്യാറാകുക. നീഡി വേറെ, ഗ്രീഡി വേറെ. ആവശ്യക്കാരന് ദൈവം കനിയും, അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, ആളെ എഴുന്നേൽപ്പിക്കും, ദൈവം കരുതും. പക്ഷെ അത്യാഗ്രഹിയോട് ദൈവത്തിന് പറയാനുള്ള ആലോചന നീഡിയോട് പറയാനുള്ളതല്ല, ഗ്രീഡിയോട് പറയാൻ അവൻ പറയേണ്ട ആവശ്യമാണ്. ദൈവത്തിനറിയാം. മനുഷ്യർക്ക് ഒരു പക്ഷെ നിന്റെ ആവശ്യവും ആഗ്രഹവും അത്യാഗ്രഹവും തിരിച്ചറിയത്തില്ല. പക്ഷെ നിന്നെ വിളിച്ചു വേദനിച്ച സർവശക്തനായ ദൈവത്തിനറിയാം നിന്റെ ആഗ്രഹം എന്താണ്, നിന്റെ അത്യാഗ്രഹം എന്താണ്. ആ അത്യാഗ്രഹം വരുമ്പോൾ വാണിംഗ് ദൈവം തരും. കാരണം അത്യാഗ്രഹിയായി നാം മുന്നോട്ട് പോയാൽ ദൈവത്തെ സേവിക്കത്തില്ല, പിന്നെ ലോകത്തെ സേവിക്കും. എന്റെ പ്രിയരെ, അപ്പോ നമ്മൾ ചിന്തിക്കുന്ന തലത്തിൽ അപ്പുറമായി അപ്പോസ്തലൻ ചിന്തിച്ചിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പതിയിരിക്കുന്ന ജഡികമായ വികാരങ്ങളെ നിർജീവമാക്കും. എന്റെ വാക്കുകളുടെ രാത്രി പേരെ നമ്മള് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്നൊന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ജഡീക വികാരങ്ങളെയൊക്കെ നിർജ്ജീവമാക്കി ഞങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗീയ പൗരത്വം കിട്ടുമെന്നാണോ? അതോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അതേ കർത്താവ് പറഞ്ഞു, നന്നായി നടന്നാൽ സിറ്റിസൺഷിപ്പ് തരാവുന്ന. അങ്ങനെയാണോ? അതോ ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ തിന്മയ്ക്ക് വരും തിന്മ ചെയ്യാത്ത? നിങ്ങൾക്ക് എന്താ ഈ ലോകത്തോടുള്ള സാധനങ്ങളോടൊന്നും ഒരു അത്യാഗ്രഹം ഇല്ലാത്ത? അത് കർത്താവ് പറഞ്ഞു സിറ്റിസൺഷിപ്പ് തരാമെന്നല്ല. കർത്താവ് പറഞ്ഞു
ഞാൻ നിങ്ങൾക്ക് എന്റെ സ്വർഗത്തിലെ പൗരത്വം തന്നിരിക്കുന്നതുകൊണ്ട് അല്പകാലം ഈ ഭൂമിയിലുള്ളൂ, അത് എന്റെ ഹിതമനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. കാരണം ആർക്കും തരാൻ കഴിയാത്ത പാപത്തിനുള്ള സ്വാതന്ത്ര്യവും നയപ്രമാണത്തിനുള്ള സ്വാതന്ത്ര്യവും തുടർന്നിരിക്കുന്ന മാനുഷ്യ കൽപ്പനകളിൽ നിന്നും ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്നും ലോകത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നും മനുഷ്യന്റെ പ്രമാണങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ വിടുവിച്ച് സ്വതന്ത്രരാക്കി. എന്നിട്ട് ഇപ്പൊ കർത്താവ് ആകെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം അറിയാം, ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച ഞങ്ങളിപ്പം സ്വർഗീയ പൗരത്വം ഹോൾഡ് ചെയ്യുന്ന ഞങ്ങളിപ്പം ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ദൈവത്തിന്റെ പ്രിയ മക്കളായി ദൈവപ്രസാദം ഉളവാക്കുന്ന ഒരു പുതിയ ജീവിതം നയിക്കണം. അത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ട്, ചുമ്മാതെ കണ്ണടച്ചിരുട്ടാട്ടിക്കൊണ്ട് ഇരുട്ടാക്കണ എന്തുമല്ല, ഞങ്ങളിൽ എന്ത് കാണരുത്. അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ ഈ ആകയാൽ ഇതുകൊണ്ട് ധൈര്യമായി പറയണം, ഇതുകൊണ്ട് ആകയാൽ ഞങ്ങൾ ഈ വക സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾ ജയം കണ്ടെത്തും, ഞങ്ങൾ ഇത് നിർജീവമാണ്. ഞങ്ങൾക്ക് പണ്ട് ഭയങ്കര ലോകത്തിലെ സാധനങ്ങളോട് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഈവിൾ ഡിസയേഴ്സ് അല്ല, ഗ്രീഡിനെസ് അല്ല, ഞങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? ഞങ്ങളുടെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞങ്ങൾ ഈവിൾ ഡിസയേഴ്സുമായി ഞങ്ങൾ നടക്കത്തില്ല. അത് ഞങ്ങളെ തകർക്കാനുള്ള ഒരു പതിയിരിപ്പാ, അത് ഞങ്ങളെ കുടുക്കാനുള്ളതാ. പക്ഷെ ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ അത് ദൈവത്തിന്റെ സമയത്ത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. എന്നാൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അടിമ മുഖത്തു നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച ഞങ്ങൾ ഇനിയും ഒരു ലോ സ്റ്റാൻഡേർഡിൽ ജീവിക്കത്തില്ല. ജഡിക വികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കത്തില്ല. ജഡിക വികാരങ്ങളെ നിർജീവമാക്കിക്കൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥാനം പോലും ഇല്ലാതെ, ഒരു അണുവിട പോലും കൊടുക്കാതെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടും ക്രിസ്തുയേശുവിന്റെ കർത്തൃത്വത്തോടും കൂടെ ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കും. ഇത് ഞങ്ങൾക്ക് പൗരത്വം നേടാൻ വേണ്ടിയല്ല, പിന്നെയോ പൗരത്വം ലഭിച്ച ഞങ്ങളുടെ ക്വാളിറ്റി ലൈഫ് പ്രദർശിപ്പിക്കുവാനും സ്വർഗത്തിൽ ധാരാളമായ പ്രതിഫലം പ്രാപിക്കാനും ക്രിസ്തുയേശുവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം ഞങ്ങളെ അറിയുവാനുമായി ഞങ്ങൾ ഇത് ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെ കഴിഞ്ഞ നാളിൽ ഇങ്ങനെയൊക്കെ നിന്ന് നിങ്ങൾക്ക് ഇനിയിപ്പം പറ്റുമോ? പറ്റും. കാരണം എന്നറിയോ, ഞങ്ങൾക്ക് ഒരിക്കലും പറ്റാത്തത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് ഇനിയും ചെയ്യാൻ പോവാം. അങ്ങനെയാണെങ്കിൽ ഇതും ദൈവത്താൽ സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ